ഹായ് വെൽക്കം ടു എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മൊബൈൽ ഫോണുകളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന വോയിസിൽ ചിലപ്പോൾ നോയ്സ് കാണാം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കുറവ് കാണാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കെങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി വളരെ നല്ല ക്വാളിറ്റിയിലുള്ള വോയിസ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കേട്ടു നോക്കാം. ഹായ് വെൽക്കം ടു എവരി വൺ. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് നല്ല രീതിയിലുള്ള AC-യുടെ നോയ്സ് നിങ്ങൾക്ക് കേൾക്കാം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി എത്രത്തോളം നോയ്സ് ക്യാൻസൽ ചെയ്യാമെന്നും, അതുപോലെ തന്നെ ഞാനിപ്പോൾ വളരെ സൗണ്ട് കുറച്ച് സംസാരിക്കുകയാണ്, അതുപോലെ തന്നെ ഞാൻ വളരെ സൗണ്ട് കൂട്ടിയും സംസാരിക്കുകയാണ്. ഇതൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിപ്പോൾ കേട്ടതായിട്ടുള്ള വോയിസ് ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാനിതിനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെബ്സൈറ്റിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിളിൽ അഡോബ് പ്രോഡ്കാസ്റ്റ് റിമൂവ് നോയ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് വെബ് പേജിൻ്റെ ആ ഒരു ലിങ്കുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിൽ ഡയറക്റ്റായിട്ട് ആ വെബ് പേജിൽ നമുക്ക് എൻറ്റർ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു URL ലിങ്കാണ് ക്ലിക്ക് ചെയ്യാനുള്ളത്. ഈ കാണുന്ന വെബ് പേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് അവരൊരു എക്സാമ്പിളായിട്ടൊരു വോയിസ് കൊടുത്തിട്ടുണ്ട്. അത് ക്വാളിറ്റി അവർ ഇമ്പ്രൂവ് ചെയ്തതും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് മുന്നേ ആയിട്ടുള്ള വോയിസുമാണ്. ഇത് നമുക്ക് ഓണും ഓഫും ചെയ്ത് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് വോയിസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ഓഡിയോ ഫയൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇവിടെ അഡോബിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ ഒരു മെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ സിമ്പിളായിട്ട് ഈ സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു മെയിൽ IDയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനാൽ ഞാനിവിടെ ലോഗിൻ കൊടുക്കുകയാണ്. ഇതൊരു പുതിയ സാങ്കേതിക വിദ്യ ആയതിനാൽ ഈ വെബ്സൈറ്റ് ഇപ്പോൾ ഫ്രീ ആണ്. ഇതിപ്പോൾ ഒരു ബീറ്റ വേർഷനാണ്. ഇതിലിനി അവർ കുറേ കൂടെയൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് ആ ഒരു വെബ്സൈറ്റിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ ഇത് ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വെബ്സൈറ്റ് ഞാനിവിടെ നിങ്ങൾക്ക് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുക, എന്നിട്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫ്യൂച്ചറിൽ ഇതൊക്കെ ചിലപ്പോൾ പെയ്ഡ് സർവീസാക്കി അവർ കൊണ്ടുവരാം. ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി വെബ്സൈറ്റിൽ അവർ കുറഞ്ഞിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. അതായത് ഓഡിയോ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നത്. അതുപോലെ 1 hour മാക്സിമം ഡ്യൂറേഷൻ അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വോയിസിൻ്റെ സൈസ് പറഞ്ഞിരിക്കുന്നത് 500 MB ആണ്. അതുപോലെ ഒരു ദിവസം നമുക്ക് 3 hours വരെയുള്ള വോയിസാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് എടുക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് 3 hours ലഭിക്കുന്നതാണ്. ഇവിടെ ഞാൻ വോയിസ് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ എനിക്ക് കറക്റ്റ് ചെയ്ത വോയിസ് ഔട്ട്പുട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓണും ഓഫും ചെയ്ത് നമുക്ക് ഇതിന് മുന്നേ ആയിട്ടുള്ള വോയിസും ആ ഒരു വോയിസ് ക്ലിയർ ചെയ്തതിന് ശേഷമുള്ള വോയിസും നമുക്കിവിടെ വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ വോയിസ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു വോയിസ് നമുക്കൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് എത്രത്തോളം ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതിൽ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ആ ഒരു സൗണ്ട് വേവിൻ്റെ ഗ്രാഫ് നോക്കിയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ ഓഡിയോ 1 ട്രാക്കിൽ കിടക്കുന്നതായിട്ടുള്ള വോയിസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള നോയ്സ് ഉള്ള വോയിസാണ്. ഈ ഓഡിയോ 3ൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷമുള്ള ഔട്ട്പുട്ട് കിട്ടിയ വോയിസാണ്. ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു ഡിഫറൻസ്, വലിയൊരു ഡിഫറൻസ് തന്നെ കാണാം. ഇത് നമുക്കൊന്ന് കേട്ട് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് കാണാം, ആ ഒരു കട്ടായി പോയിരിക്കുന്ന ഭാഗത്തെല്ലാം നോയ്സ് ഉണ്ടായിരുന്ന ഭാഗമാണ്. ഇവിടെ എല്ലാം വളരെ കൃത്യമായ നല്ല രീതിയിൽ തന്നെ ആ ഒരു നോയ്സ് അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേവ് ലെങ്ത്ത് നോക്കുക.
ആ ഒരു ലെങ്ത് തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാം ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതായത് ആ ഗ്രാഫിൽ അത് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസ് ആണ്. അതായത് നമ്മുടെ വോയിസിൽ സൗണ്ട് കൂടിയ ഭാഗം ഉണ്ടായിരുന്നു, കുറഞ്ഞ ഭാഗം ഉണ്ടായിരുന്നു, അതൊക്കെ മാക്സിമം അവർ അത്രത്തോളം ക്ലിയർ ചെയ്തു. നിങ്ങൾക്കറിയാം ഈ വോയിസ് വളരെയധികം ബാഡായിട്ടുള്ള ഒരു നോയ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു വോയിസ് ആയിരുന്നു. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെബ്സൈറ്റിന് സഹായത്തോടെ വളരെയധികം പെർഫെക്റ്റ് ക്വാളിറ്റി തന്നെ ഒരു ഔട്ട്പുട്ട് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹായ്, വെൽക്കം ടു എവരി വൺ. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് നല്ല രീതിയിലുള്ള AC-യുടെ നോയ്സ്, ഇതേ ഓഡിയോ ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്കൊരു ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. അവിടെ നമുക്ക് നോയ്സ് ക്യാൻസൽ ചെയ്യാം, കംപ്രഷൻ ചെയ്യാം, ഈക്വലൈസ്, അങ്ങനെയുള്ള ഒരുപാട് ടൂൾസുകളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ടൈം വളരെയധികം ലാഭിക്കാം. അതുപോലെ തന്നെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡ്സുകളൊന്നുമില്ല. ഇപ്പോൾ ഒരു ടൂൾസും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു വോയിസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ലഭിക്കും. ഇതുപോലുള്ള AI ടൂൾസ് ഒരുപാട് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലും ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലും ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള സാങ്കേതിക വിദ്യയിൽ വളരെയധികം മികച്ച രീതിയിൽ ഇനിയും മുന്നിലേക്ക് പോകട്ടെ എന്നും അതുപോലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും എല്ലാവരും ഈ ഒരു സാങ്കേതിക വിദ്യ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുവാൻ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. താങ്ക് യു, ബൈ.